Hi, hello, once again welcome back to a new video of Ira's Vlogs. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. എന്താണ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഒരു വർക്കിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇക്കാനെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ കാറിൽ കയറി. അപ്പോൾ എപ്പോഴും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യണം, കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. ഈ വീഡിയോ തന്നെ ഒരുപാട് നാളുകൾക്ക് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഗാലറിയിൽ നോക്കിയപ്പോൾ പോസ്റ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയതായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമും കാര്യങ്ങളും 4 മണിയാണ് കേട്ടോ. ഈ ഒരു ടൈമും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ വർക്കിന് പോവുകയാണ്. നമുക്കിന്നൊരു വെഡ്ഡിങ് ലുക്കാണ് വരുന്നത് കേട്ടോ. നമ്മുടെ ബ്രൈഡിൻ്റെ പേര് ഏഞ്ചൽ എന്നാണ്. അപ്പോൾ നമുക്ക് തൃശ്ശൂരാണ് പോകേണ്ടത് മേക്കപ്പിനായിട്ട്. അവരൊരു ഹോട്ടൽ ബുക്ക് ചെയ്തേക്കായിരുന്നു. അവർ ശരിക്കും ബ്രൈഡിൻ്റെ സ്ഥലം വന്നിട്ട് കർണാടകയിലാണ് കേട്ടോ. അപ്പോൾ കർണാടകയിൽ നിന്ന് ആൾ നമ്മുടെ റീല് കണ്ടിട്ട് നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് അവിടെ നിന്ന് കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്ത് വന്നിട്ടാണ് കേട്ടോ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിനി ഹെറിറ്റേജിലേക്കാണ് കേട്ടോ പോകുന്നത്. തൃശ്ശൂർ റൗണ്ടിലുള്ള അവിടെയാണ് അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റൂമും. അങ്ങനെ നമ്മളിതാ എത്താറായി. അപ്പോൾ ഞാൻ ഇക്കയും കൂടിയാണ് പോകുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ബ്രൈഡ് മേക്കപ്പ് മാത്രമല്ല, നമ്മുടെ അടുത്തുനിന്ന് ഗൗണ്, അതുപോലെ ബൊക്കെ, മേക്കപ്പ് എല്ലാം നമ്മുടെ അടുത്തു നിന്നാണ് കേട്ടോ അവരെടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാം ഓൺലൈൻ വഴിയായിരുന്നു കേട്ടോ ഏഞ്ചൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾക്ക് എല്ലാം കറക്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു. ആൾ റിവ്യൂ പറയുന്നതെല്ലാം നമ്മുടെ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ബിനി ഹെറിറ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നല്ല പകലാണല്ലോ എന്നുള്ളത്. ഞാനിത് ലാസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു 4:30 5 മണി ടൈമിൽ ഒട്ടും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മോർണിംഗ് വർക്ക് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ റിസപ്ഷനിൽ ചോദിച്ചു, ലിഫ്റ്റിൽ കയറി. അപ്പോൾ കയറി ഉടനെ തന്നെ റൈറ്റ് സൈഡിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും റൂം മാറിപ്പോയതാണ്, ലെഫ്റ്റ് സൈഡിലോട്ടാണ്. അങ്ങനെ നമ്മൾ റൂം നമ്പറൊക്കെ കണ്ടുപിടിച്ച് അവിടെ എത്തി. അപ്പോൾ എൻ്റെ കയ്യിൽ ആൾക്ക് വേണ്ട ഗൗണും അതുപോലെ ബൊക്കെയായിരുന്നു കേട്ടോ. 210 നമ്മുടെ റൂം നമ്പർ വന്നത്. നമ്മൾ അവിടെ ചെന്ന് അങ്ങനെ നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആളുടെ ഹെയർ ആദ്യം തന്നെ പ്രിപ്പ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ മേക്കപ്പ് നമുക്ക് ആൾ പ്രിഫർ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇനി ഹെയർ ക്രിമ്പ് ചെയ്യുകയാണ് കേട്ടോ. എനിക്ക് കുറച്ചും കൂടിയും ഇങ്ങനെയാണ് നല്ലതായിട്ട് തോന്നിയത്. ആദ്യം തന്നെ നമ്മുടെ ഇങ്ങനെ ഹെയറിൻ്റെ പ്രിപ്പ് ചെയ്യൽ കാര്യങ്ങൾ ക്രിമ്പിങ്ങൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് മേക്കപ്പ് കഴിഞ്ഞ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ഹെയർ സ്റ്റൈലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഔട്ട്ഫിറ്റൊക്കെ സെറ്റ് ചെയ്യലെല്ലാം കഴിയുമ്പോഴത്തേനും നമ്മുടെ മേക്കപ്പ് സ്കിന്നിനോട് നല്ല രീതിയിലൊന്ന് ഫിനിഷിങ് വരും കേട്ടോ. എനിക്കിതാണ് കുറച്ചും കൂടിയും നല്ലതായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹെയറിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫേസിലോട്ട് കടക്കുകയാണ്. ഫേസ് ആദ്യം തന്നെ നമ്മൾ ഹെയറൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞ് ലെൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് കൊടുത്തു. ശേഷം നമ്മൾ സ്കിന്ന് പ്രെപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഒരുപാട് സ്കിൻ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ല. ആൾക്ക് കുറച്ച് ഡാർക്ക് സർക്കിൾസും അതുപോലെ പിമ്പിൾസിൻ്റെ കുറച്ച് മാർക്സൊക്കെയാണ് വരുന്നത്. അതൊക്കെ നമ്മൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഐബ്രോസിലോട്ട് കടന്നു. അതിന് ശേഷം നമ്മൾ ഐ ഒന്ന് കൺസീൽ ചെയ്ത് ഐ മേക്കപ്പിലോട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. അങ്ങനെ ഐ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൺസീലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫൗണ്ടേഷനിലോട്ടാണ് പോകുന്നത്. ഫൗണ്ടേഷൻ നമ്മൾ അവരുടെ സ്കിൻ ടോൺ അനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. മിക്സ് ചെയ്ത് ആദ്യം തന്നെ ബ്രൈഡിന് നമ്മൾ കാണിച്ചു കൊടുക്കും. കവളിൽ അപ്ലൈ ചെയ്തിട്ട് അവർക്ക് ഓക്കെ ആണോ, അല്ല ഈ കളർ ഈ ഷെയ്ഡ് ഓക്കെ ആണോ, കുറച്ചൊരു ബ്രൈറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ സെയിം കളർ മതിയോ എന്നൊക്കെ നമ്മൾ അവരോട് തന്നെ ചോദിക്കും. അങ്ങനെ നമ്മൾ ഫേസ് മേക്കപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു ഫിനിഷിംഗ് ലുക്കാണ്. ഞാൻ എല്ലാം ഇതിൽ കൊടുക്കുന്നില്ല. ഫിനിഷിംഗ് ലുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ബ്രൈഡിൻ്റെ റിവ്യൂവും കൂടി കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞ് നമ്മൾ ഹെയർ ചെയ്യാനായിട്ട് മിററിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നേക്കാണ്. ആ ഒരു ടൈമിൽ നമ്മൾ നെയിലൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഹെയർ സ്റ്റൈലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഫുൾ ഔട്ട്ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ വെർട്ടിക്കലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒന്ന് ഫോൺ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണണം കേട്ടോ. ഹായ്, എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ കർണാടകത്തിൽ നിന്നാണ്. സോ ഇന്നെ കല്യാണമാണ്. തൃശ്ശൂർ. സോ മേക്കപ്പിന്റെ കാര്യം വരുമ്പോൾ വി ഓൾ ബ്രൈഡ്സ് വിൽ ബി വൈഡ് അബൌട്ട് ഹൗ ഇസ് ഇറ്റ്സ് ഗോയിങ് ടു ബി. സോ ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ചേച്ചിയുടെ പേജ് ഐറാസ് ബ്യൂട്ടി ഇത് പറഞ്ഞിട്ട് ചേച്ചിയുടെ പേജ് കിട്ടിയത്. സോ നമുക്ക് നല്ല റിവ്യൂസും കിട്ടി. സോ വി വർ ജസ്റ്റ് ഏബിൾ ടു കോൺടാക്ട് ഹർ. ആൻഡ് ഫ്രം ദ സ്റ്റാർട്ട് നമ്മളോട് എല്ലാ കാര്യവും കറക്റ്റ് ആയിട്ട് ഷീ ഡിഡ്ന്റ് ലാഗ് us whenever we call, she just picked our calls. ആൻഡ് നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തന്നു. സോ ദിസ് ഇസ് മൈ ഡേ. ഐ ആം ലുക്കിംഗ് ബ്യൂട്ടിഫുൾ താങ്ക്സ് ടു ഹർ. അങ്ങനെ നമ്മുടെ വർക്ക് കഴിഞ്ഞ് ഇനി റിട്ടേൺ ഷോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നും കൂടി പറയണം. പിന്നെ വെഡ്ഡിങ്ങിനായിട്ട് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാണ് ശരിക്കും ഹോട്ടലിൽ കാണുന്ന പോലെ വീഡിയോ എടുക്കാൻ പറ്റിയത് കേട്ടോ. കാരണം വരുന്ന സമയത്ത് ഫുൾ ഇരുട്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.